ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇംഗ്ലണ്ടിലെ രാജകൊട്ടാരം. വിക്ടോറിയ രാജ്ഞി, ക്യൂൻ വിക്ടോറിയ രാജ്ഞിയായി ഭരണം നടത്തുന്ന കാലഘട്ടം. തൻ്റെ പരിചാരകരിൽ ഒരാളുടെ ഭാര്യ വളരെ ദുഃഖിതയായിരുന്നു. കാരണം അവർക്കുണ്ടായിരുന്നൊരു കുഞ്ഞ് മരിച്ചുപോയി. അവൾ വളരെ ദുഃഖിതയായിരുന്നു. ഈ രാജ്ഞി അവളെക്കുറിച്ച് അന്വേഷിക്കും, പക്ഷെ അവൾ എന്നും ദുഃഖിതയാണ്. പക്ഷേ ഈ രാജ്ഞി ആളെ വിട്ട് അവളെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അവളോട് പറഞ്ഞില്ല, സംസാരിച്ചില്ല. അവൾ തിരികെ വീട്ടിൽ പോയി. ആ ഒരു ദിവസം മുഴുവൻ രാജ്ഞിയോടൊപ്പം കഴിഞ്ഞു. അവൾ വീട്ടിൽ പോയി. അവളുടെ അയൽക്കാരെല്ലാം ഓടി വന്നു. കൊട്ടാരത്തിൽ നിന്നല്ലേ വരുന്നത്, വിക്ടോറിയ രാജ്ഞിയുടെ അരികിൽ നിന്നല്ലേ വന്നത്, എന്താണ് കൊട്ടാര വിശേഷം എന്നറിയാൻ അയൽക്കാരെല്ലാം ഓടി വന്നു. അവളോട് ചോദിച്ചു, വിക്ടോറിയ രാജ്ഞി നിനക്ക് എന്താ തന്നത്? നിനക്ക് സമ്മാനങ്ങൾ തന്നോ? നിന്നെ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്? നിന്റെ മുഖത്ത് വളരെ സന്തോഷമുണ്ടല്ലോ, ഇപ്പോൾ നീ പഴയതുപോലെ കരഞ്ഞും വിലപിച്ചും കഴിയുകയല്ലോ, എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. വിക്ടോറിയ രാജ്ഞിയെക്കുറിച്ച് ആ പ്രിയ സഹോദരി പറയുകയാണ്, വിക്ടോറിയ രാജ്ഞി എന്നോട് ഒന്നും മിണ്ടിയില്ല. ആ വിക്ടോറിയ രാജ്ഞിയുടെ കൂടെ ഞാൻ ഒരു ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്നപ്പോൾ വിക്ടോറിയ രാജ്ഞി തൻ്റെ കരമെടുത്ത് എൻ്റെ തോളത്ത് വെച്ചു. ആ തോളത്ത് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായി കരച്ചിൽ വന്നു. അത് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് കരഞ്ഞു. എന്നാൽ എൻ്റെ കരച്ചിൽ കണ്ടിട്ട് വിക്ടോറിയ രാജ്ഞിയും എന്നോടൊപ്പം കരഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും അങ്ങ് ദുഃഖത്തിൻ്റെ എല്ലാ ഭാവങ്ങളും മാറി ഞാൻ സന്തോഷവതിയായി തീർന്നു. കരയുന്നവരോടുകൂടെ കരയുവാൻ ഒരാളുണ്ടെങ്കിൽ ആശ്വാസം കിട്ടും. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. ഇതൊരു നിത്യസത്യമാണ്. എന്നാൽ ഇന്ന് കരയുന്നവരോടുകൂടെ കരയുവാൻ അധികം ആളുകളില്ല. ഇതൊരു സത്യമാണ്. എന്നാൽ യേശുക്രിസ്തു, മകനെ നീ കരയുമ്പോൾ നിന്നോടൊപ്പം കരയും, മകളെ നീ കരയുമ്പോൾ, നീ ഏങ്ങലടിക്കുമ്പോൾ നിന്റെ അരികിൽ വന്ന് നിന്നോടൊപ്പം കരയുന്നൊരു യേശുവുണ്ട്. ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്. കരയുന്നവരോട് കൂടെ ചേർന്നിരുന്ന് കരയുന്ന അനുഭവം, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുന്ന അനുഭവം. ഇവിടെ സക്കരിയാവും ഭാര്യ എലിസബത്തും ദുഃഖിതരായിരുന്നു. എന്താണ് ദുഃഖത്തിന് കാരണം? അവർ വയസ്സ് ചെന്ന് വൃദ്ധരായിട്ട് അവർക്ക് കുഞ്ഞില്ല. ഇത് കണ്ട് നിത്യനായ ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ദൈവിക വാഗ്ദത്തം കിട്ടിയപ്പോൾ സക്കരിയാവ് പറഞ്ഞു, എന്തോന്നിനാൽ അറിയും? എൻ്റെ ഭാര്യ വയസ്സ് ചെന്ന് വൃദ്ധയായവളല്ലേ, ലോകപ്രകാരം നോക്കിയാൽ സാധ്യതയില്ല. അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, ഗബ്രിയേൽ പറഞ്ഞു, ഞാൻ ദൈവസ്ഥയിൽ നൽകുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാൻ ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, ഒരു ദൈവത്തിൽ ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയക്കും. നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യഭാരങ്ങൾ വരുമ്പോൾ തളർന്നിരിക്കുകയല്ല, ആവശ്യങ്ങളിലേക്ക് നോക്കിയിരിക്കുകയല്ല, കടബാധ്യത വരുമ്പോൾ ആ കടബാധ്യതയിലേക്ക് നോക്കിയിരിക്കുകയല്ല. ഇത്രയും കടം ഞാൻ എങ്ങനെ വീട്ടും കർത്താവേ, എൻ്റെ കാര്യം എങ്ങനെ നടക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ നടക്കും, എൻ്റെ കടങ്ങൾ എങ്ങനെ വീടും, പലിശ കൊടുക്കാൻ പോലും മാർഗമില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ മക്കളുടെ ഭാവി എന്താകും, ഇങ്ങനെ 100 ആകുല ചിന്തയോടെ ഇരിക്കാനല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കണം. പ്രശ്നങ്ങളിലേക്ക് നോക്കി തളരരുത്. ജീവനുള്ള ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ അയക്കും. പിന്നെ ദൂതൻ പറയുന്നു വിശ്വസിക്കണം. ദൂതൻ പറയുന്നത് സക്കരിയാവ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 20-ാമത്തെ വാക്യം, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ കേട്ടോ 20-ാമത്തെ വാക്യം, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക്. അതാണ് ദൈവിക വാഗ്ദത്തം. ജീവനുള്ള ദൈവം ഒരു വാഗ്ദത്തം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് നിവർത്തി വരും. നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത്. ദൈവം ഒരാൾക്കൊരു വാഗ്ദത്തം കൊടുക്കുമ്പോൾ നാം വിശ്വസ്തയോടെ നിന്നാൽ ആ വാഗ്ദത്തങ്ങൾ നിറവേറും. അത് എപ്പോഴെന്നോ എങ്ങനെയെന്നോ നമുക്കറിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അത് നിറവേറുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്ന് ആകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനം ഒരുപാടുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഉവ്വ് എന്നാണ്.
മകനെ, നിനക്ക് ധാരാളം ധാരാളം വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിറവേറും. നീ ആ വാഗ്ദത്തങ്ങളെല്ലാം ചികഞ്ഞെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന്, അപ്പാ നീ ഇന്ന ദിവസം ഇന്ന ദൈവത്തിലൂടെ ഇന്ന കാര്യം അരുളി ചെയ്തതല്ലേ അപ്പാ എന്ന് കർത്താവിനെ ഓർപ്പിക്കണം. കർത്താവിന് ഓർമ്മക്കുറവുണ്ടായിട്ടല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് കർത്താവ് അറിയണം. നിങ്ങളുടെ ആ ഓർമ്മ വിശ്വാസമായി പരിണമിക്കണം. എൻ്റെ അപ്പ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 19-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ട കാലം മുതൽ സ്വർഗത്തിലെ ദൈവം കൃപയാൽ എൻ്റെ മേൽ തൻ്റെ സ്വർഗീയ വാഗ്ദത്തങ്ങൾ വാരിച്ചൊരിഞ്ഞത് എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. ഓരോ വാഗ്ദത്തങ്ങൾ വരുമ്പോൾ ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. കാരണം എൻ്റെ അയോഗ്യത കണ്ടിട്ട്, എൻ്റെ ഒന്നുമില്ലായ്മ കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെയെന്ന് അവിശ്വസിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഈ നിസ്സാരനോടാണോ നീ ഇങ്ങനെയെല്ലാം പറയുന്നത്? എന്നാൽ ആ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആ വാഗ്ദത്തങ്ങൾ ഒരു പക്ഷേ എഴുതി വെച്ചും അത് റെക്കോർഡ് ചെയ്താണെങ്കിൽ കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനോട് പറയാറുണ്ട്, ഞാൻ ഇന്ന് അനുഭവിക്കുന്നു, എൻ്റെ ദൈവം 19-ാമത്തെ വയസ്സ് മുതൽ എന്നോട് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നത്, ഒന്നുപോലും പാഴാകാതെ നിറവേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് എൻ്റെ കൺമുമ്പിൽ കാണുന്നു, ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ആയിരിക്കുന്നത് എത്രയോ വർഷം മുമ്പ് ഈ അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, നീ കർത്താവിൻ്റെ വേലയും നീ സ്വന്തമായി വേലയും ആരുടെയും കീഴിലല്ല. നീ ഒറ്റയ്ക്ക് നിന്ന് നിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തും. നിനക്ക് തക്ക തുണകളെ ഞാൻ തരും, തക്ക ദൈവ വേലക്കാരെ തരും. ഇങ്ങനെ എത്രയോ വാഗ്ദത്തങ്ങൾ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ ദൈവമെല്ലാം നടത്തുമെന്നുള്ള ഉറപ്പ്, ധൈര്യം, നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു കൊള്ളാം. ഇങ്ങനെ എത്ര വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. ഞാനും എൻ്റെ പ്രിയ ഭാര്യയും അങ്ങ് 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ഒരു ദൈവവൈദ്യൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അന്ന് ആ ദേവദാസൻ പറഞ്ഞു, ഒരു ഞെട്ടിൽ നിന്നും വിരിഞ്ഞിരിക്കുന്ന 2 റോസാ പുഷ്പങ്ങൾ, അതിൽ നിന്നും കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും നിങ്ങളുടെ സൗരഭ്യം, കുടുംബ ജീവിതത്തിലെ സൗരഭ്യം പകരുന്നുവെന്ന്. ഇന്ന് ഈ 30 വർഷം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സൗരഭ്യം അനേകരിലേക്ക് പകരപ്പെടുന്ന ഞങ്ങൾ അറിയുന്നു. കാരണം ഞങ്ങൾ ഒരു മനസ്സാണ്, ഒരു ഹൃദയമാണ്, ഐക്യമാണ്. എൻ്റെ പ്രിയരെ, ദൈവം കളി പറയുന്നവനല്ല, ദൈവം കളി പറയാൻ മനുഷ്യനല്ല. ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് മുറുകെ പിടിച്ചു കൊള്ളണം. സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്നാണ് എബ്രായ ലേഖനം 11 എഴുതിയിരിക്കുന്നത്. പ്രായം കഴിഞ്ഞു, വയസ്സ് എന്നു, വൃദ്ധയായി, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു, എല്ലാം പ്രതികൂലം. ജരാനരകൾ ബാധിച്ചു, വയസ്സ് 90 പക്ഷേ കുഞ്ഞുങ്ങളില്ല. എന്നാൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസിച്ചു. തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ടല്ല, സ്വന്തം സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ടല്ല, സ്വന്തം ഇല്ലായ്മയിലേക്ക് നോക്കിയിട്ടല്ല. വാഗ്ദത്തം ചെയ്ത ദൈവം സർവശക്തനാണെന്നുള്ള നിർണയവും ഉറപ്പോടുകൂടി വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണിക്കൊണ്ട് സാറ അത് വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തളർന്നിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ജീവിത പ്രശ്നങ്ങളിൽ തട്ടിമുട്ടി ഹല്ലേലൂയ തളർന്നും വാടിയും പ്രയാസപ്പെട്ടും ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, യേശുവിൻ്റെ വാഗ്ദത്ത വചനത്തിൽ ഉറച്ചുകൊണ്ട് പറയട്ടെ, മോനെ, നിന്നോടൊരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. എൻ്റെ പ്രിയമകളെ, നിന്നോട് യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ദൈവദാസന്മാരോടായിരിക്കാം, ദാസന്മാരിലൂടെ ആയിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഏത് വിധേനയാണെങ്കിലും കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ അനുഭവത്തിൻ്റെ സമ്പത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. അനുഭവങ്ങളുടെ പിൻബലം, അനുഭവങ്ങളുടെ സമ്പത്ത്, അറിവിൻ്റെ പിൻബലമല്ല, ഏതെങ്കിലും പഠിച്ചറിവല്ല, ഏതെങ്കിലും വായിച്ചറിവല്ല, എവിടെയെങ്കിലും പോയി പഠിച്ചറിവല്ല, ആരെങ്കിലും പറഞ്ഞ അറിവല്ല. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, 19-ാമത്തെ വയസ്സ് മുതൽ ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷിച്ചു തുടങ്ങിയതാണ്. ഇന്ന് 55 വയസ്സായി. അനേകം ശ്രേഷ്ഠരായ ദൈവമക്കളോടൊത്ത് യാത്ര ചെയ്യുവാനും അവരുടെ കൂടെ ശുശ്രൂഷ ചെയ്യാനെല്ലാം എനിക്ക് ഇട വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, അവരാരും പറഞ്ഞ ഒരു മെസ്സേജ് പോലും
കോപ്പി ചെയ്ത് ഈ വർഷക്കാലം അത്രയും പറയാൻ എനിക്കിട വന്നിട്ടില്ല. ഞാനത് അഭിമാനമായിട്ടൊന്നും അല്ല പറയുന്നത്. എത്രയോ ശ്രേഷ്ഠരായ ദൈവമക്കൾ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ദൈവത്തിൻ്റെ ദാസൻ, അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുന്നയാളായിരുന്നു. ആ പുസ്തകങ്ങളിൽ അനേകം പ്രസംഗത്തിന് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രസംഗം പോലും ഞാൻ കോപ്പി ചെയ്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിക്കും, എൻ്റെ അപ്പാ, എനിക്ക് അവിടുത്തെ പ്രിയമക്കളോട് സംസാരിക്കാനുള്ള തരണമേ എന്ന്. എൻ്റെ എളിമയിൽ, എൻ്റെ നിസ്സാരതയിൽ വലിയ വ്യാകരണമോ വലിയ പണ്ഡിതോചിതമായിട്ടോ ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ പ്രവചനാത്മകരമായിട്ടോ ഒന്നും ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം, എൻ്റെ യേശു ജീവിക്കുന്നു. അതെനിക്ക് അനുഭവമാണ്. ഞാൻ യേശുവിനെ രുചിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും ഞാൻ നിങ്ങളോട് പറയുകയില്ല. സക്കരിയാവ് വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവൻ മൗനമായി പോയി. ഇന്ന് അനേക ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കാതെ മൗനമായി പോയ കാരണം അവിശ്വാസമാണ്. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ് മോനെ നീ സൗമ്യനായി പോയത്, നീ മൂകനായി പോയത്, നിനക്ക് ആനന്ദമില്ലാത്തത്, നീ തുള്ളിച്ചാടാത്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചിട്ടില്ല. നീ നോക്കുന്നത് നിന്റെ സാഹചര്യങ്ങളിലേക്കാണ്. നോ, സാഹചര്യങ്ങളിലേക്കല്ല ഒരു ദൈവത്തിൽ നോക്കേണ്ടത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കാണ് ഉയർത്തുന്നത്. ഞാൻ താഴോട്ടല്ല, ഭൂമിയിലേക്കല്ല, എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിലേക്കല്ല, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കല്ല, എൻ്റെ ബലഹീനമായ ശരീരത്തിലേക്കല്ല, എൻ്റെ രോഗമുള്ള ശരീരത്തിലേക്കല്ല ഞാൻ നോക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഭൂമിയിൽ നല്ല സഹായം വരുന്നത് മറ്റു മനുഷ്യരിലേക്ക് സഹായത്തിന് നോക്കുന്ന ദൈവത്തിലെ മനുഷ്യരല്ല നിന്നെ സഹായിക്കുന്നത്. ശരിയാണ്, മനുഷ്യരിലൂടെ സഹായിക്കാം. ആ സഹായവും തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, യേശുക്രിസ്തുവാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ത്? യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു ആർദ്രത കൊടുത്ത് ഇന്ന ഒരാളെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നുന്നത് പോലും അതിന് പിന്നിൽ പോലും വ്യാപരിക്കുന്നത് യേശുവിൻ്റെ സ്നേഹമാണെന്നറിയുക. മനുഷ്യരുടെ സ്നേഹമല്ല, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ തളരാതെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവിശ്വസിക്കാതെ, സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, എൻ്റെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചാൽ സക്കരിയാവിന് പറ്റിയതുപോലെ നാം ഊമരായി പോവുകയില്ല. ഇന്ന് അനേകർ ഊമരായി കിടക്കുന്നു, ഉറക്കെ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. എന്നാൽ ആരാധിക്കുന്നവരെ കുറ്റം പറയുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് ആരാധനയില്ല, അവർ സ്തുതിക്കുന്നില്ല. ഉള്ളിൽ സന്തോഷം വരുന്നവർ ആനന്ദിക്കും, ഉള്ളിൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം വന്നവർ തുള്ളിച്ചാടും. ദാവീദ് പണ്ട് തുള്ളിച്ചാടി. എവിടെ? പട്ടണത്തിൽ. എന്തുകൊണ്ട്? ദാവീദിനറിയാം, എന്നെ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് ഉയർത്തിയ ഒരു യേശുവുണ്ട്, ഒരു ദൈവമുണ്ട്. ഞാൻ മലഞ്ചെരുവിൽ ആടുകളെ നോക്കിക്കൊണ്ട് നടന്നപ്പോൾ എന്നെ വിളിച്ച് വേർതിരിച്ച് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ എത്തിയ ഒരു ദൈവമുണ്ടെന്ന് ദാവീദ് അറിഞ്ഞു. യഹോവയുടെ പട്ടണം ദാവീദിന്റെ പട്ടണത്തിൽ വന്നപ്പോൾ ദാവീദ് തുള്ളിച്ചാടി നൃത്തം ചെയ്തു. ഇന്ന് മൗനമായി പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറ. നിങ്ങൾക്ക് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിപ്പാൻ. ഞാൻ പറയുന്നത് ശരീരം കൊണ്ട് മാത്രം തുള്ളിച്ചാടുന്ന കാര്യമല്ല, വെറുതെ ശരീരം കൊണ്ട് മാത്രം തുള്ളിച്ചാടിയിട്ടും കാര്യമില്ല. ഹൃദയം ആനന്ദം കൊണ്ട് നിറയുമ്പോൾ ചിലപ്പോൾ തുള്ളിച്ചാടി എന്നിരിക്കും. അത് തെറ്റല്ല, അത് ദൈവസനയിൽ വിലപ്പെട്ടതാണ്. ദൈവം അതിനത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് അറിഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾ എന്ത് പറയുന്നു പ്രിയരെ? നിങ്ങൾക്ക് ഈ നല്ല യേശുവിനെ വേണമോ? നല്ല യേശുവിനോട് പ്രാർത്ഥിക്കണമോ? നല്ല യേശു തന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കണമോ? അതേ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. വെറും വാക്കല്ല, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. അതിനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും ആത്മീയ സംശയങ്ങളോ നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാം, പ്രാർത്ഥിക്കാം, നിങ്ങളുമായി ഹൃദയം പങ്കിടാം. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവനാമം